ഇതാണ് ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എന്നും പറയും. ആരോഗ്യ സംരക്ഷണത്തിനായും സൗന്ദര്യ സംരക്ഷണത്തിനായും വളരെ പണ്ടുകാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ഔഷധമാണ് ആവണക്കെണ്ണ. സാധാരണ ചർമ്മ പ്രശ്നങ്ങളായ നിറവ്യത്യാസം കുറയ്ക്കാനും സ്വയം തയ്യാറാക്കാവുന്ന സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനും എന്നിങ്ങനെയുള്ള ഒരുപാട് ഉപയോഗങ്ങൾക്ക് ആവണക്കെണ്ണ ഒരു വീട്ടുവൈദ്യമായാണ് ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ തന്നെ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിക്കാനും ആവണക്കെണ്ണ ഏറെ ഫലപ്രദമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചും ഉപയോഗിക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ചുമാണ് ഞാനിന്ന് നിങ്ങളോട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ, റിക്കിനോലിക് ആസിഡ്, ഫ്ലേവനോയിഡുകൾ, വൈറ്റമിൻ ഇ, ഫോളിക് ആസിഡ്, അമിനോ ആസിഡുകൾ, ടെർപ്പനോയിഡുകൾ, ഫൈറ്റോസ്റ്റെറോൾസ് എന്നിവയുൾപ്പെടെയുള്ള ധാരാളം ഗുണകരമായ പോഷകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒന്നുകൂടിയാണ് ആവണക്കെണ്ണ. വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധിയായി നമുക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് ധാരാളം ചികിത്സാ ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രയോജനമുള്ളതാണ്. കഷണ്ടി, മുടികൊഴിച്ചിൽ, ചുളിവുകൾ, അണ്ഡാശയമുഴകൾ, മലബന്ധം, പൈൽസ്, ആസ്തമ, ആർത്രൈറ്റിസ് എന്നിവയെ സുഖപ്പെടുത്താൻ കഴിവുള്ള ആവണക്കെണ്ണ ആയുർവേദ ഔഷധങ്ങളിലെ ഒരു അത്ഭുത ചേരുവയായാണ് കണക്കാക്കപ്പെടുന്നത്. ബാഹ്യമായി പ്രയോഗിക്കുമ്പോൾ ഇത് ശരീരത്തെ തണുപ്പിക്കുന്നു, മധുരം പോഷണം പ്രദാനം ചെയ്യുന്നു. അതേസമയം കടുപ്പമേറിയതും രേതസ് നിറഞ്ഞതുമായ ഗുണനിലവാരം ശരീരത്തിൽ നിന്ന് ലവണങ്ങളും വിഷവസ്തുക്കളും പുറന്തള്ളുന്നതിനും സഹായിക്കുന്നു. പിത്തം, ചർമ്മത്തിലുണ്ടാകുന്ന മറ്റസുഖങ്ങൾ എന്നിവ കുറയ്ക്കുന്നതിന് ഇവയുടെ കൂളിംഗ് സവിശേഷതകൾ വളരെ ഫലപ്രദമാണ്. വീക്കം, അണുബാധ, വാതം, ഫംഗസ്, വൈറസ്, അലർജി, വേദനകൾ എന്നിവ തടയാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും പ്രസവം എളുപ്പമാക്കുവാനും യുവത്വം തുളുമ്പുന്ന ചർമ്മം നിലനിർത്തുവാനും ഏറ്റവും ഉത്തമ പരിഹാരമാർഗമായി ഔഷധങ്ങളിൽ ശുദ്ധമായ ആവണക്കെണ്ണയും ഉപയോഗിച്ചു വരുന്നു. പ്രകൃതിദത്ത പോഷക ഗുണങ്ങളാൽ സമ്പുഷ്ടമാണ് ആവണക്കെണ്ണ. ഇവയുടെ പോഷക ഗുണങ്ങൾ പേശികളുടെ ബലം വർദ്ധിപ്പിക്കുകയും കുടലിൽ കെട്ടിക്കിടക്കുന്ന വിഷവസ്തുക്കളെല്ലാം പുറന്തള്ളി കുടലിനെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് ആവണക്കെണ്ണ വളരെ നല്ലതാണ്. കൂടാതെ മലബന്ധം ചികിത്സിക്കാനും മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാനും മലവിസർജനം അപൂർണമാണ് എന്ന തോന്നൽ ഒഴിവാക്കുവാനും ആവണക്കെണ്ണ സഹായിക്കുന്നു. ഇനി ആവണക്കെണ്ണയുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു എന്നതാണ്. മുറിവുകൾ ഭേദമാകാൻ ഉപയോഗിക്കുന്ന പല തൈലങ്ങളിലും ആവണക്കെണ്ണ അടങ്ങിയിരിക്കുന്നു. ഇവയിലെ പോഷകങ്ങൾ ടിഷ്യൂ വളർച്ചയെ സഹായിക്കുകയും ഇത് മുറിവിനും പരിസ്ഥിതിക്കും ഇടയിൽ ഒരു തടസ്സം സൃഷ്ടിക്കുകയും അങ്ങനെ അണുബാധയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് മുറിവുകൾ വേഗത്തിൽ ഉണങ്ങുന്നതിന് മുറിവുള്ള ഭാഗത്ത് ആവണക്കെണ്ണ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കും. ഇതിനു പുറമെ ചർമ്മത്തിലെ വരൾച്ച കുറയ്ക്കാനും നിർജീവ കോശങ്ങൾ ചർമ്മത്തിൽ അടിഞ്ഞുകൂടുന്നത് തടയുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ വീക്കം കുറയ്ക്കാൻ വളരെ നല്ലതാണ് ആവണക്കെണ്ണ. ആവണക്കെണ്ണയിലെ പ്രധാന ഫാറ്റി ആസിഡായ റിച്ചിനോലിക് ആസിഡാണ് വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇത് വീക്കം കുറയ്ക്കുന്നതിനോടൊപ്പം ശരീരവേദന ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അഥവാ വാതം പോലുള്ള കോശജ്വലന അവസ്ഥകളെ ചികിത്സിക്കുന്നതിൽ ആവണക്കെണ്ണയുടെ ഗുണങ്ങൾ പ്രത്യേകിച്ചും വളരെയധികം ഉപയോഗപ്രദമാണ്. കൂടാതെ സോറിയാസിസ് ബാധിച്ചവരിൽ വരണ്ടതും ഈ അസുഖത്തോടനുബന്ധിച്ചുള്ള ചർമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചർമ്മത്തിൽ ആവണക്കെണ്ണ ഉപയോഗിച്ച് നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്യാവുന്നതാണ്. ചർമ്മത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാൻ ഇത് സഹായിക്കും. ഇനി നിങ്ങൾ മുഖക്കുരുവിനാൽ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെ നല്ലതാണ് ആവണക്കെണ്ണ. മുഖക്കുരു അല്ലെങ്കിൽ മുഖക്കുരു മൂലമുള്ള പാടുകൾ ഏത് കൗമാരക്കാരെയും ബാധിക്കുന്ന ഒരു സാധാരണ ചർമ്മ വൈകല്യമാണ് അല്ലേ. ഇത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, മുഖത്തും പുറകിലും കുരുക്കൾ എന്നിവയ്ക്ക് കാരണമാകും. നിർജീവമായ ചർമ്മമോ അല്ലെങ്കിൽ ബാക്ടീരിയയോ മൂലം ചർമ്മത്തിലെ സുഷിരങ്ങൾ അടഞ്ഞു പോകുമ്പോഴാണ് സാധാരണ മുഖക്കുരു ഉണ്ടാവുന്നത്. അതുകൊണ്ട് മുഖക്കുരുവിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുന്നതിന് ഗുണം ചെയ്യുന്ന അത്ഭുതകരമായ ഔഷധ ഗുണങ്ങൾ ആവണക്കെണ്ണയിലുണ്ട്. ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കാരണം ഇവ മുഖത്ത് പുരട്ടുന്നത് മൂലം ചർമ്മത്തിലെ ബാക്ടീരിയയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും മുഖക്കുരു ഇല്ലാത്ത ക്ലിയറായ ചർമ്മം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഫംഗസ് അണുബാധയ്ക്കെതിരെ പ്രവർത്തിക്കാനും വളരെ നല്ലതാണ് ആവണക്കെണ്ണ. കാൻഡിഡ ആൽബിക്കൻസ് മൂലമുണ്ടാകുന്ന ഫംഗസ് അണുബാധ, വായിലുണ്ടാകുന്ന അണുബാധ, മോണയിലെ അണുബാധ, റൂട്ട് കനാൽ അണുബാധ തുടങ്ങിയ അണുബാധകൾ ദന്തപ്രശ്നങ്ങൾക്ക് കാരണമാകുന്നവയാണ്. ആവണക്കെണ്ണയുടെ ശക്തമായ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ ഇത്തരം ബാക്ടീരിയകളെ അകറ്റാനും വായ ശുദ്ധവും ആരോഗ്യകരവുമായി നിലനിർത്താനും സഹായിക്കുന്നു.
പല്ലിൻ്റെ വേരിൽ നിന്നുള്ള കാൻഡിഡ ആൽബിക്കാനുകൾ മൂലമുണ്ടാകുന്ന വേദനാജനകമായ അവസ്ഥയെ കുറയ്ക്കുന്നതിനും ആവണക്കെണ്ണ ഫലപ്രദമാണ്. മാത്രമല്ല, ആവണക്കെണ്ണ ലായനി ഉപയോഗിച്ച് പല്ലുകൾ തേയ്ക്കുന്നതും വായ കഴുകുന്നതും പ്രായമായവരിൽ ദന്തപ്രശ്നങ്ങൾ വരുന്നത് ഒരു പരിധിവരെ തടയാനാവും. ആവണക്കെണ്ണയുടെ അടുത്ത ഗുണമെന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ സഹായിക്കും എന്നതാണ്. വെളുത്ത രക്താണുക്കൾ വർദ്ധിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് പരമ്പരാഗത വൈദ്യത്തിൽ ആവണക്കെണ്ണ ഉപയോഗിച്ചിരുന്നു. D11 കോശങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും ആവണക്കെണ്ണ ഉപയോഗിച്ച ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ രക്തത്തിലെ ലിംഫോസൈറ്റുകളുടെ സ്രവണം മെച്ചപ്പെടുത്താനും ആവണക്കെണ്ണയ്ക്ക് കഴിവുണ്ടെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വിഷവസ്തുക്കൾ, ബാക്ടീരിയകൾ, ഫംഗസ്, വൈറസ് എന്നിവയെ പ്രതിരോധിക്കാനും രോഗങ്ങളെ അകറ്റി നിർത്താനും കഴിയുന്ന പ്രകൃതിദത്ത ഘടകങ്ങൾ ആവണക്കെണ്ണയിൽ അടങ്ങിയിരിക്കുന്നു. ഇതുകൂടാതെ സുഖപ്രസവത്തിനും ആവണക്കെണ്ണ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പ്രസവം സുഗമമാക്കാൻ പ്രേരിപ്പിക്കുന്നതിനുള്ള പ്രകൃതിദത്ത പരിഹാരമായാണ് ആവണക്കെണ്ണ പ്രവർത്തിക്കുന്നത്. പുരാതന കാലം മുതൽ ഗർഭകാലത്ത് ഗർഭിണികൾക്ക് ഗർഭാശയത്തിൻ്റെ സങ്കോചം വേഗത്തിലാക്കാനായിരുന്നു ആവണക്കെണ്ണ ഉപയോഗിച്ചിരുന്നത്. ഇതുമാത്രമല്ല, നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിന് വളരെ നല്ലത് കൂടിയാണ് ആവണക്കെണ്ണ. ഇതിലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ തിമിരത്തിൻ്റെ പ്രശ്നം കുറയ്ക്കുന്നതിനും വരണ്ട കണ്ണുകൾക്ക് പരിഹാരം നൽകുകയും നേത്ര അണുബാധ തടയുന്നതിനും സഹായിക്കുന്നു. കണ്ണുകൾക്ക് താഴെയുള്ള ഇരുണ്ട നിറം കുറയ്ക്കുന്നതിനും ഇത് ഫലപ്രദമായ ഒറ്റമൂലിയാണ്. ആവണക്കെണ്ണയുടെ ശക്തമായ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ കണ്ണിലെ കുരുവിനെ തടയാൻ സഹായിക്കുന്നു. കണ്ണിലെ കുരുവിൻ്റെ വളർച്ച തടയാനായി ഒരു ദിവസം 3-4 തവണയെങ്കിലും ഈ എണ്ണ അല്പമെടുത്ത് കണ്ണിൻ്റെ കുരുവുള്ള ഭാഗത്ത് പുരട്ടുക. ആരോഗ്യത്തിന് മാത്രമല്ല, സൗന്ദര്യത്തിനും വളരെ നല്ലതാണ് ആവണക്കെണ്ണ. ചർമ്മത്തിനും മുടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും പ്രകൃതിദത്ത പരിഹാരമായി പുരാതന കാലം മുതൽ തന്നെ ആവണക്കെണ്ണ ഉപയോഗിച്ചു വരുന്നു. മുടിയുടെ വളർച്ചയെ മെച്ചപ്പെടുത്തുന്നതിനും ചർമ്മത്തിന് തിളക്കം നൽകുന്നതുമായ ഒരു അമൃതായാണ് ആവണക്കെണ്ണ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. വൈറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻസ് എന്നിവയാൽ സമ്പുഷ്ടമായ ആവണക്കെണ്ണ മുടി കൊഴിച്ചിൽ, മുടിയുടെ അകാല നര, ശിരോചർമ്മത്തിലെ പ്രശ്നങ്ങൾ എന്നിവയെ കുറയ്ക്കുകയും മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. ചർമ്മത്തിലെ കരിവാളിപ്പ്, നിറവ്യത്യാസം, മുഖക്കുരു, ചർമ്മത്തിലെ അകാല വാർദ്ധക്യം എന്നീ പ്രശ്നങ്ങൾക്കും ആവണക്കെണ്ണ ഒരു ഉത്തമ പരിഹാരമാണ്. ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കുന്നതിന് അത്ഭുതകരമായ പ്രതിവിധിയായാണ് ആവണക്കെണ്ണ പ്രവർത്തിക്കുന്നത്. ആവണക്കെണ്ണ ചർമ്മത്തിൽ പുരട്ടുന്നത് മൂലം ഇത് ചർമ്മത്തെ മൃദുവാക്കുകയും ചർമ്മത്തിൽ ജലാംശം നൽകുകയും ചെയ്യുന്ന കൊളോജൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. കൂടാതെ ചർമ്മത്തിലെ ചുളിവുകൾ കുറയ്ക്കാനായി രാത്രിയിൽ ചുളിവുകളുള്ള സ്ഥലത്ത് ആവണക്കെണ്ണ പുരട്ടുക. രാത്രി മുഴുവൻ വെച്ചതിനു ശേഷം അടുത്ത ദിവസം രാവിലെ ഇത് നന്നായി കഴുകിക്കളയാവുന്നത്. ഇത് ചർമ്മത്തെ തിളക്കമാർന്നതും മിനുസമാർന്നതുമാക്കി മാറ്റുന്നതിലൂടെ ചർമ്മം വളരെയധികം സുന്ദരമാക്കാൻ സഹായിക്കും. നമ്മുടെ സ്കിന്നിൽ ആവണക്കെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറായി നമുക്ക് ഉപയോഗിക്കാം. ആവണക്കെണ്ണയിലുള്ള വീക്കം കുറയ്ക്കാൻ സഹായിക്കുന്ന ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ചർമ്മ പ്രശ്നത്തെ സുഖപ്പെടുത്തുന്നതിനും ബാക്ടീരിയ അണുബാധകളിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്നതിനും ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അണുക്കളെ തടയുന്നതിനും സഹായിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിന് ആവണക്കെണ്ണ നല്ലൊരു മോയ്സ്ചറൈസറായി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുകൂടാതെ ചർമ്മത്തിൽ നല്ലൊരു ക്ലെൻസറായും ആവണക്കെണ്ണ പ്രവർത്തിക്കും. ആവണക്കെണ്ണയിലെ പോഷകങ്ങൾ ചർമ്മത്തിൽ നിന്നുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. മാത്രമല്ല, എണ്ണമയമുള്ള ചർമ്മത്തെ ശുദ്ധീകരിക്കാനും ഇത് ഏറെ നല്ലതാണ്. ഇവയിലുള്ള എസൻഷ്യൽ ഫാറ്റി ആസിഡുകളുടെ സാന്നിധ്യം ചർമ്മത്തിൻ്റെ സ്വാഭാവിക ഈർപ്പം സന്തുലിതമാക്കാൻ സഹായിക്കുന്നു. ആവണക്കെണ്ണ മുഖത്ത് ഉപയോഗിക്കുന്നവർ ആവണക്കെണ്ണ മുഖത്ത് പുരട്ടി വൃത്താകൃതിയിൽ മസാജ് ചെയ്യാം. രാത്രി മുഴുവൻ ഇത് വെച്ച ശേഷം രാവിലെ കഴുകി വൃത്തിയാക്കുക. ഇതടഞ്ഞുപോയ ചർമ്മസുഷിരങ്ങൾ തുറന്ന് മുഖക്കുരുവിൻ്റെ പ്രശ്നത്തെ സുഖപ്പെടുത്താൻ സഹായിക്കും. ഇനി ചർമ്മത്തിനെ നിലനിർത്താനും വളരെ നല്ലതാണ് ആവണക്കെണ്ണ. ആവണക്കെണ്ണയിലെ മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളാണ് ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. ഇത് മുഖത്ത് പുരട്ടുമ്പോൾ ചർമ്മത്തെ മിനുസമാർന്നതാക്കുകയും ആരോഗ്യകരമായ ചർമ്മകോശങ്ങളുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചർമ്മത്തിൻ്റെ ഘടനയും നിറവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച എണ്ണ കൂടിയാണ് ആവണക്കെണ്ണ. റിച്ചിനോലിക് ആസിഡും ഒമേഗ 6 ഫാറ്റി ആസിഡും ശിരോചർമ്മത്തിൽ രക്തചംക്രമണം മെച്ചപ്പെടുത്തുകയും മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ഇത് മുടിക്ക് സ്വാഭാവികമായും ജലാംശം നൽകുകയും മുടിക്ക് നല്ല ഭംഗി നൽകുകയും ചെയ്യും. മുടിയുടെ ആരോഗ്യത്തിനായി ആവണക്കെണ്ണ ഉപയോഗിക്കുന്നവർ ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് ആവണക്കെണ്ണയിൽ കലർത്തി ഈ മിശ്രിതം തലയിൽ പുരട്ടുക. ഇത് 20 മിനിറ്റ് നേരം വയ്ക്കുക. അതിനുശേഷം മുടി നന്നായി കഴുകി കളയാം. ഈ ഹെയർ പാക്ക് മുടി കൊഴിച്ചിൽ ഒഴിവാക്കാനും മുടിയുടെ വേരുകളെ ശക്തമാക്കാനും മുടി വേഗത്തിൽ വളരാനും ഇത് സഹായിക്കും.
ഇനി താരൻ ഇല്ലാതാക്കാനും ആവണക്കെണ്ണ വളരെ നല്ലതാണ്. ആവണക്കെണ്ണയുടെ ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ എല്ലാത്തരം താരൻ നീക്കം ചെയ്യാൻ ഗുണം ചെയ്യും. താരൻ അകറ്റാനായി 2 ടീസ്പൂൺ ആവണക്കെണ്ണ 1 ടീസ്പൂൺ നാരങ്ങാനീരിൽ മിക്സ് ചെയ്തെടുക്കുക. ഈ മിശ്രിതം മുടിയിലും തലയോട്ടിയിലുമൊക്കെ നന്നായി പുരട്ടുക. 30 മിനിറ്റ് നേരം വയ്ക്കാം. അതിനുശേഷം കഴുകിക്കളയാം. താരൻ കുറയ്ക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ആരോഗ്യ ഗുണങ്ങളും സൗന്ദര്യ ഗുണങ്ങളുമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നത്. ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങൾക്കായി ഈ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങൾക്ക് ആവണക്കെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്